ജാസ്മിൻ ഗബ്രി ബന്ധം തകർന്നടിയുന്ന ഒരു പ്രോമോയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് കണ്ട ജാസ്മിൻ്റെ വരനായിട്ടുള്ള അഫ്സൽ അതിൻ്റെ അകത്തൊരു വളരെ വികാരഭരിതമായ ഒരു കമൻറ്റും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ പ്രോമോയിൽ പറയുന്നത് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുവാണ്, ഈ ഒരു ബന്ധത്തിന് എനിക്കൊരു അടിവര വേണം, ഇതിലൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ ഗബ്രി പറയുകയാണ് അതിനിപ്പം ക്ലാരിറ്റി കിട്ടില്ല, നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് പോയാലേ അതിനൊരു ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ ജാസ്മിൻ അത് സമ്മതിക്കുന്നില്ല. അതായത് നീ കള്ളമായിട്ട് ആണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്, സത്യമായിട്ടൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് കള്ളമായിട്ട് എന്തിനാണ് വെക്കുന്നത്? അപ്പം ഗബ്രി പറയുന്നു ഞാൻ അങ്ങനെ കള്ളമൊന്നും പറയുന്നില്ല. അപ്പം ജാസ്മിൻ റസ്മിൻ കൂടെയുണ്ട്, റസ്മിൻ്റെ അടുത്താണ് പറയുന്നത്. അതായത് എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോൾ ജാസ്മിന് അങ്ങനെ ഇപ്പോൾ കുറച്ചും കൂടി ആധികാരികമായിട്ട് ജാസ്മിൻ തൻ്റെ ഇഷ്ടം അങ്ങനെ നന്നായിട്ട് പുറത്തേക്ക് പറയുകയാണ്. പക്ഷേ ജബ്രി നേരെ തിരിച്ചാണ്. അപ്പോൾ എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്നുള്ളൊരു മൈൽഡായിട്ട് ചെറിയ രീതിയിലാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇവളോട് പ്രണയിക്കാനോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ സാധിക്കില്ല എന്ന് ഗബ്രി പറയുന്നു. അപ്പോൾ അത് കേട്ടതോടുകൂടി ജാസ്മിൻ ഞെട്ടി ഒരു ഷോക്കാവുകയാണ്. അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ ഉത്തരം കിട്ടി. ജാസ്മിൻ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് അത് കേൾക്കുന്നത്. ഗബ്രി ഇതേപോലെ നിസ്സാരവൽക്കരിച്ച് പറയുമെന്ന് ജാസ്മിൻ പ്രതീക്ഷിച്ചില്ല. ഈ പ്രോമോ കണ്ടതോടുകൂടി പെട്ടെന്ന് തന്നെ ജാസ്മിൻ്റെ മുൻ വരൻ അഫ്സൽ, കല്യാണം ഉറപ്പിച്ച വരൻ, ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് അഫ്സൽ പറയുന്നത്, ഞാൻ 7 മാസം കടന്നുപോയ അതേ വേദനയെ നിനക്ക് ഇനി ഉണ്ടാകുമെന്ന് ജാസ്മിനോട് പറയുകയാണ്. 7 മാസം നീ എന്നെ പ്രണയത്തിൻ്റെ പേരിൽ കളിപ്പിക്കുകയായിരുന്നു, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു, ഇനി കർമ്മ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് അഫ്സലിൻ്റെ പ്രതികരണം. ജബ്രി കോംബോ തകർന്നു എന്ന് കാണിക്കുന്ന പ്രോമോയുടെ അടിയിൽ തന്നെയാണ് ഈ അഫ്സൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്.